ഇന്നൊരു കണ്ണൂർ സ്പെഷ്യൽ ബീഫ് കക്ക ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ബീഫിൻ്റെ റെസിപ്പീസൊക്കെ നോക്കിയിട്ടുണ്ട്, എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ വളരെ രുചിയേറിയ ഒരു ബീഫ് കക്ക ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ബീഫ് കക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫ് അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കൂടെ ഒരു 2 സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, ഒരു 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു പകുതി നാരങ്ങയുടെ നീര്. ഇത്രയൊക്കെയാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈ ബീഫിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവയെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പോലെ അല്പം ശക്തിയിൽ തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൽ നമ്മൾ ചേർത്തേക്കുന്ന തക്കാളിയൊക്കെ നല്ല പോലെ ഉടഞ്ഞ് വരണം. അപ്പോൾ ഇതാ ബീഫിലേക്ക് നല്ല പോലെ മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മൂടി വയ്ക്കുക. ഇതാ ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ ബീഫിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ബീഫ് വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഉണ്ടായിക്കോളും. നമ്മുടെ സവോളയിൽ നിന്നും ബീഫിൽ നിന്നൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പം ബീഫൊക്കെ ഇവിടെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ബീഫ് അധികം വെന്ത് പോകാതെ നോക്കണം. ഞാൻ ബീഫിലൊട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഇത്രയും വെള്ളമായി വന്നിട്ടുണ്ട്. ഈ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പാൻ എടുത്ത് ആ പാനിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷെ നെയ്യിൽ ചെയ്യുമ്പോഴായിരിക്കും ഈ ബീഫ് കക്കത്തിന് ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുത്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ആ വെള്ളവും ആ മസാലയൊക്കെ മുഴുവനായിട്ടും ബീഫിലേക്ക് പിടിച്ചു വരണം. ഒരു ബ്രൗൺ കളറായി വരണം നമ്മുടെ ബീഫ് കക്കത്തിന്.
ഇതാ നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നല്ല പോലെ വറ്റി ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുക. ബീഫ് ഒരു ബ്രൗൺ നിറമാകാൻ തുടങ്ങുമ്പോൾ മാത്രമേ മല്ലിയില ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വിടാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ആ മസാലയൊക്കെ ബീഫിലേക്ക് നല്ല പോലെ പിടിച്ചു വരും. ഈ ബീഫ് ഇങ്ങനെ ഉണങ്ങി വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബീഫ് കക്കത്തിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ലെവലിലേക്ക് എത്തും. അത് നല്ലൊരു ഫ്ലേവറും കൊടുക്കും. അപ്പോൾ ഇതെന്തായാലും ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്താണേലും ഒരു കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ബീഫ് കക്ക ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ബീഫ് കക്കമാണ്. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ബീഫ് വെച്ചിട്ടുള്ള പല റെസിപ്പിയും പരീക്ഷിക്കാറുള്ളവരാണ് നമ്മൾ. അപ്പോൾ ഉറപ്പായിട്ട് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും ബീഫ് കക്കം. ഈ ബീഫ് കക്കം നമുക്ക് പത്തിരിയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.